ഞങ്ങളുടെ കേണൽ വന്നു ഞങ്ങൾ പറഞ്ഞു പിള്ളേരെ ചുമ്മാ ഇരിക്കാൻ പാടാ എന്നൊരു യുദ്ധം ഉണ്ടെന്ന്. ഭയങ്കര അറിയാതെ ഞാനും പങ്കാളിയാവും. ലോക ടെലിവിഷൻ ചാനലിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താണ് ലോക ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും റേറ്റിംഗ് ഉള്ള ഷോ? റോക്ക് ആൻഡ് റോളാ? എന്ത് തള്ളാണ് മാത്തത്? ഓരോന്നെ പറയട്ടെ. ആഗോള ടെലിവിഷൻ ചാനലിലെ ഏറ്റവും ജനപ്രിയരായിട്ടുള്ള 2 അവതാരകന്മാർ കല്ലുവും മാത്തുവും. എന്റെ പൊന്നോ, നിങ്ങൾ TV ഓഫ് ചെയ്ത് പോവരുത്. ഈ എപ്പിസോഡ് സത്യത്തിൽ തള്ളിന്റെ എപ്പിസോഡാണ്. അതിന്റെ ഒരു ഇൻട്രോ മാത്രം ഇത് പറഞ്ഞതാണ്. അതുകൊണ്ട് ചാനൽ ഓഫ് ചെയ്ത് പോവരുത്. ഇപ്പൊ നമ്മുടെ തള്ളുകൾ വരാൻ പോവാണ്. എന്നാ പിന്നെ മര്യാദക്ക് തുടങ്ങാല്ലേ? എന്നാ മര്യാദക്ക് തുടങ്ങി. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തള്ളാൻ വേണ്ടിയിട്ട് പതിവ് പോലെ 2 ടീമുകൾ ഇവിടെ റെഡിയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ തള്ളു രാമന്മാരെ നമുക്ക് വിളിച്ചാലോ? ആദ്യത്തെ തള്ളു രാമന്മാർ വരുന്നു. ടീം ദേവാസുരം. എനിക്ക് തോന്നുന്നു തള്ളിന് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഈ മത്സരം മുഴുവൻ തള്ളുകളായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തള്ളു മത്സരം ആരംഭിക്കുന്നു. ഏറ്റവും ആദ്യത്തെ ടീം സീറ്റിലേക്ക് പോട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരാനിരിക്കുന്നത് നിങ്ങൾക്ക് ഉദ്ദേശിക്കാവുന്ന പരിപാടികളേ ഉള്ളൂ. രണ്ടാമത്തെ ടീം വരുന്നു. ഇതിനും വലിയ തള്ളുകളുമായിട്ടുള്ള കക്ഷികളാണ് ആ ടീമിലുള്ളത്. അതിന്റെ ക്യാപ്റ്റൻ തന്നെ 1-1.5-2 തള്ള. ഓക്കെ, അപ്പൊ തള്ളിന്റെ സീരീസിന് വേണ്ടിയിട്ട് ടീം മധുരരാജയെ നമ്മൾ വിളിക്കുന്നു. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക്. ടീം മധുരരാജ. മാത്തു, എന്തൊരു എനർജി ഡാൻസ് ആണെന്ന് അറിയോ? അതെ. ഈ അഖിലുണ്ടല്ലോ, അഖിലിന്റെ ബോഡിയിൽ എനർജി സ്റ്റോക്ക് ഒന്നുമില്ല. പക്ഷെ ഉള്ള സ്റ്റോക്ക് വെച്ചിട്ട് പൊളിച്ചിട്ടുണ്ട്, പൊരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതും നടക്കുമ്പോഴും അവിടെ നടന്നിട്ടുള്ളതാ. മാത്തുക്കുട്ടി, ഞാൻ നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയതാണ്. സോറി. ഐ ആം ദ സോറി അളിയ ലേലുലു. അത് സ്റ്റെപ്പല്ല, അടിവസ്ത്രം കുഴഞ്ഞിട്ടില്ലെങ്കിൽ കാണിക്കുന്ന പരിപാടിയാണ്. തള്ളലൊരു അറ്റത്തും തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും തള്ളി മാറ്റ്. നമുക്കേ തള്ളു രാജകുമാരൻ പിടിച്ചുകൊണ്ടിരുത്തേണ്ടി വരും. രണ്ട് ടീമുകളും സെറ്റ് ആയിട്ടുണ്ട്. 2 തള്ളു രാമന്മാരും സെറ്റ് ആയിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇതെന്താണിത്? ഇത് വല്ലാത്തൊരു കോലാണുള്ളത്. എന്ത് വിക്കാണിത്? പറയട്ടെ, ഇത് സത്യം പറയാണ്. പറ. ഇതെന്റെ പ്രിയ SRK എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. SRK ഷാരൂഖ് ഖാൻ. ചെന്നൈ എക്സ്പ്രസ് കണ്ടിരുന്നു? ചെന്നൈ എക്സ്പ്രസ് കണ്ടോ?
അല്ലേ? അതുപോലെ ഇവിടെ എറണാകുളത്തുള്ള ഒരു എക്സ്പ്രസ് ആണ്. അതല്ല ഞാൻ നമ്മുടെ ഷൂട്ട് നടക്കുന്ന മലബാർ എക്സ്പ്രസ് ആയിരിക്കും. അല്ലല്ല, ചെന്നൈ എക്സ്പ്രസ്. അയ്യോ, ലുങ്കി ഡാൻസ് എല്ലാം അറിയില്ലേ? അല്ല, അതൊക്കെ നമുക്കറിയാം. ആ സിനിമ ഷൂട്ടായിട്ട് SRK വന്നിരുന്നത് മൂന്നാറാണ്. 10-15 ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ ഫൈറ്റ് മാസ്റ്റർ ആയിട്ട് വന്നത് മാഫിയ ശശി മെയിൻ ഫൈറ്റ്. അപ്പൊ അത് കണ്ടായിരുന്നു ചെന്നൈ എക്സ്പ്രസിന്റെ ഫൈറ്റ് മാസ്റ്റർ മാഫിയ ശശി. വളരെ പുള്ളി ഒരു ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഷാരൂഖിന്റെ ഡ്യൂപ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തന്നിട്ടില്ല. ഷാരൂഖിന് ഡൂപ്പ്. ഷാരൂഖ് ഖാൻ വെള്ളത്തിൽ മുങ്ങി കിടക്കുമ്പോ ഡൂപ്പ്. അതായത് ഫ്രെയിമിൽ കാണിക്കുമല്ലോ, വെള്ളത്തിന്റെ അടിയിലേ ഉള്ളൂ. മലയാളത്തിൽ ബൈജു എഴുവിനൊക്കെയാണ് ഡ്യൂപ്പ് ചെയ്യണത്. ഇനി ഒരു കാര്യം പറയട്ടെ, ഈ ഇരിക്കുന്നത് ബൈജു എഴുവിന്റെ അല്ല, പുള്ളി ഡൂപ്പ് ഇട്ടിട്ട് പോയേക്കാണ്. യഥാർത്ഥ ബൈജു എഴുവിന് മറ്റേ ചെമ്മീൻ കെട്ടിലിരിക്കുകയാണ്. ഇത് ഡൂപ്പ്. തള്ളിന്റെ കാര്യത്തിലുണ്ടല്ലോ, ബൈചേട്ടനെ തോൽപ്പിക്കുന്ന ഒരാളാണ് ദാ ഇവിടെ ഇരിക്കുന്ന തള്ള്. അന്യായ തള്ളു. എന്തൊക്കെ തള്ളുകളാ സ്റ്റേജിൽ എന്ന് പറയുന്നത്. ഞങ്ങള് ഒരു 10-12 വർഷം മുമ്പ് യമൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പ്രോഗ്രാമിൽ യമൻ ഗൾഫ് യമനിലെ പ്രത്യേകത ഒരുപാട് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് മുകളിലുള്ള ഈ പ്രദേശം ഈ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ ഒരാഴ്ച മുമ്പേ അവിടെ ചെന്നു. യമനല്ലേ, ഇതുവരെ പോകാത്തൊരു രാജ്യം. അങ്ങനെ അവിടെ പ്രോഗ്രാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ അവിടെ ഉണ്ട്. അപ്പൊ ഇവരെ 3 പേരെയും വേറൊരാൾ അവരുടെ വീട്ടിൽ ട്രീറ്റ് ചെയ്യാൻ കൊണ്ട് എന്നോട് അളിയാ, എന്റെ കൂടെ ഞങ്ങളൊരു 3-4 പേര് താമസിക്കും, നമുക്ക് അവിടെ ഒന്ന് പോകാന്ന് പറഞ്ഞാൽ ഇയാളുടെ ഒരു ചെറിയ ട്രക്ക് പോലത്തെ ഒരു വണ്ടി കയറി കുറച്ച് ദൂരം പോകണം. ഇങ്ങനെ പോയി ഇടയ്ക്ക് വെച്ച് ഈ സാധനത്തിന് പെട്രോളും തീർന്ന് റോഡ് സൈഡിലായി പോയി. വണ്ടി എന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലാത്തൊരു സ്ഥലം. എപ്പൊ ഇത് എന്തായാലും വണ്ടി എടുക്കണമല്ലോ. എന്നോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കും, ഞാൻ ഏതെങ്കിലും ഒരു ട്രക്കിൽ കയറി പോയി കുറച്ച് പെട്രോൾ മേടിച്ചു പോരാന്ന് പറഞ്ഞു എന്നെ മരുഭൂമിയുടെ ഒരു സൈഡിൽ ഈ വണ്ടിയിൽ ഇരുത്തിയിട്ട് പോയി. ഇയാൾ എനിക്ക് ചെയ്ത ഒരു ഉപകാരം എന്താ വെച്ചാൽ ഒരു ചെറിയ തോക്കെടുത്ത് തന്നു. എന്തെങ്കിലും ആരും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. സത്യം. ഞാൻ പെട്ടിങ്ങനെ ഇരിക്കുക. ഒരു 3-3:30 സമയത്ത് ഇയാൾ പോയത്. 5 മണി 6 മണി ഇയാളെ കാണാനില്ല. ഞാൻ ഇരുട്ടും ഒരു പട്ടി പോലും ഇല്ലാത്തൊരു സ്ഥലം. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കില്ല ഞാൻ ആ രക്ഷപ്പെട്ട കാര്യം. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്റെ വീട്ടുകാരുടെ ഭാഗ്യമോ ഓടിയൊന്നും എവിടം വരെ ഓടും. ആ തോക്കിൽ ഒരു ബുള്ളറ്റ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നല്ലേ? മനസ്സിലായില്ലേ? ആ ഓരോ തോക്കിന്ന് ഒരു ഒറ്റ വെടിയങ്ങ് വെക്കലും അതിൽ നിന്നൊരു ബുള്ളറ്റ് അതിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് ഈജിപ്റ്റ് വഴി ഞാൻ കറങ്ങിയത് നമ്മുടെ നാട്ടിൽ. ഈ ഇവിടെ കായികപരമായിട്ട് കൈകാര്യം ചെയ്യുന്നോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? താഴെയുണ്ട്. അഖിൽ എന്തിനും നോക്കുന്നു? എന്തിനാ? അല്ല, അത് പോയി 3 പാർലേറ്റ് പൊട്ടി. അപ്പൊ എന്തായാലും നമ്മൾ തള്ള എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തള്ള എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാന്. നമ്മുടെ ഈ സുന്ദരി അഞ്ജന അപ്പുക്കുട്ടൻ ഒരു തമിഴ് സിനിമ ആരോടൊപ്പമാണ് അഭിനയിച്ചെന്ന് പറഞ്ഞു കൊടുത്ത തള്ളല്ല കേട്ടോ, സത്യം. അത് പറഞ്ഞോ സത്യവാ. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി എന്നെ ഇവിടെ മുട്ടുകുത്തി ഇരുത്തരുത്. ഇത് സീരിയസ് ആയിട്ടാ. ഞാൻ തമിഴില് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് വിക്രം സാറിനെയാണ്. അത് സൈന്യം മൂവി മുതൽ അങ്ങേരോട് എനിക്ക് ഭയങ്കര പ്രേമമാണ്. അത് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പ്രതീക്ഷിക്കാണ്ട് സാറിന്റെ മൂവിയിൽ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി. സോങ് ആണ് ഷൂട്ട് ചെയ്ത്. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. വിക്രമിന്റെ ഒപ്പാണോ സോങ്? തീർച്ചയായിട്ടും. ലൊക്കേഷൻ എവിടെയായിരുന്നു? 2 ദിവസം ആലപ്പുഴ ഉണ്ടായിരുന്നു. ബാക്കി നമുക്കിവിടെ തിരുവാങ്കുളം, എറണാകുളത്ത് വീട്ടിലായിരുന്നു. എറണാകുളത്തുണ്ടോ പുള്ളി? ഇപ്പൊ പോയി. വിളിച്ചൂല്ലേ? ഈ കൂട്ടത്തിൽ നിന്ന് ഒരു ഉഗ്രൻ തള്ളു നമ്മൾ കേട്ടു. പക്ഷെ രണ്ടാമത്തെ തള്ളല്ല, ഒറിജിനൽ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു കൈ വേണം. പക്ഷെ വിശ്വസിച്ചിട്ടില്ല. 2 സിനിമ നിന്റെ ഞാനാണ് കാട്ടിക്കൊടുത്തിരുന്നത്. അതെ കാണാതെ ഇടയ്ക്കായിരുന്നു പുള്ളിയാണ് കാട്ടിക്കൊടുത്ത. അതെ, സത്യമാണെങ്കിൽ താങ്ക് യു. ഓക്കെ, അപ്പൊ ഇനി ശ്രീജിത്ത്, സനൂജ, വരദ അവരുടെ തള്ളൊക്കെ വരുന്നുണ്ട്. അതിന് മുൻപ് നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് കടക്കണം. എന്റെ ഒരു വിഷമം പറയുവാ. ഞാൻ വെളിയിൽ നിർത്തിയിട്ടിരിക്കുന്ന എന്റെ ഫെറാറി കാറില് പെട്രോൾ അടിച്ച് പെട്ടെന്ന് തന്നെ എനിക്ക് ഇവിടെ കാർ ഇറക്കുന്നില്ല. ഞാൻ ഇറക്കി പുതിയ. അല്ലല്ല, രാവിലെ ഇവള് വന്ന ഫെരാരിക്ക് 70 രൂപ ഞാനാണ് കൊടുത്തത്. 70 രൂപ ഞാൻ കൊടുത്ത് അത് ഇത് പെട്ടി എടുത്ത് വെച്ചത്. ഫെറാറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണോ? ഫെറാറി അല്ലല്ല, അത്ര പോയി ചെറുപ്പം. ഇപ്പൊ മറ്റേ ഇവിടെ ചവിട്ടിട്ട് സ്വിച്ച് ഇടുമ്പോ അങ്ങനെയായിരുന്നു. എന്തായാലും ഉണ്ടല്ലോ, ഈ തള്ളുകളൊക്കെ നമ്മൾ കേട്ട സ്ഥിതിക്ക് ഈ തള്ളുകളെ വെല്ലുന്ന 2 അതിഥികളെയാണ് ഈ തവണ നമ്മൾ ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഇവരെക്കാളും വലിയ തള്ളിനെ മഷിയിട്ടാ പോലും കാണാൻ പറ്റൂല. മഷിയിട്ട കാണാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. ഇതിന് വലിയ തള്ളു തള്ളുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആരാണ് 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 ആര് ആരാണ് ആര് നോക്ക്. அப்படி போடு 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 அஸ்தி போடு கண்ணாலே
ഹരീഷ് കണാരൻ and നിർമ്മൽ പാലാഴി. മലയാളം കോമഡിയില് നിങ്ങൾ തള്ളിയിട്ടുള്ള അത്രയും തള്ളു വേറെ ആരും ലോകത്ത് തള്ളിയിട്ടില്ല. അത് വരില്ല, ഞാൻ എന്തോ ഒരു അപകടം മണത്തത്. നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയാറുണ്ട് നിങ്ങൾ എന്തൊരു തള്ളാണെന്ന്. അപ്പൊ നമ്മൾ ആശ്വാസം കൊളുത്തുന്നതും പേഴ്സണൽ ഫോട്ടോ വെക്കുന്നതും ആരുടെയാ? ആ രണ്ടുപേരാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ഈ എപ്പിസോഡ് തള്ളുകളുടെ സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇവരുടെയൊക്കെ ഓരോ തള്ളിപ്പ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഒരുപാട് തള്ളുകൾ കേൾക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. കല്ലു, അങ്ങനെയാണെങ്കിൽ തള്ളു രാജാക്കന്മാരായിട്ടുള്ള രണ്ടുപേരെയും നമുക്ക് എന്തായാലും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് റോക്ക് ആൻഡ് റോളിലേക്ക് ഹരീഷ് കണാരൻ and നിർമ്മൽ പാലാഴി. മാത്തു, ഇവിടെ ഞങ്ങളുടെ ക്യാപ്റ്റന് ഹിന്ദിയിൽ എന്തോ അല്ല എന്താ സംഭവം എന്ന് വെച്ചാൽ ഹരീഷ് വളരെ സന്തോഷമുണ്ട്. അതെ, ഹരീഷ് കാരണം എനിക്കിപ്പോ ഒരു അടിപൊളി റോള് കിട്ടി. അത് ഹരീഷിനായിരുന്നു ആദ്യം വെച്ചിരുന്നത്. സത്യം. ആ റെഡ് ചില്ലീസ് മലയാളത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നു ഷാരൂഖ് ഖാൻ. അതിൽ ഹരീഷിന് ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ അവർ ഈ റോക്ക് ആൻഡ് റോൾ ഷാരൂഖ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു. 1/2 മണിക്കൂർ ഷാരൂഖ് എന്നോട് സംസാരിച്ചു. വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ. നിങ്ങൾ ചെയ്യേണ്ട വേഷം ഞാൻ ചെയ്യുന്നു. ഞാൻ ചെയ്യേണ്ട വേഷം. ആദ്യം നിങ്ങൾക്കായിരുന്നു വെച്ചിരുന്നത്. റോക്ക് ആൻഡ് റോൾ കണ്ടിട്ട് അവര് ആ ക്യാരക്ടർ എനിക്ക് തന്നു ഷാരൂഖ്. ഞാൻ 1/2 മണിക്കൂറാണ് ഷാരൂഖ് ആയിട്ട് സംസാരിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? ഇപ്പൊ എന്താണ് ഇതെത്രയാ? അതല്ല ഒന്നാണോ? യെസ്, കോമഡിയിൽ ഞാൻ ഒന്നാമതാണ്. സമ്മതിച്ചു അവര്. ഞാൻ ആലോചിക്കായിരുന്നേ, തള്ളായിരുന്നു, പക്ഷെ ഇങ്ങനെ ഒന്ന് ഉപദ്രവിക്കണ്ടായിരുന്നു. മിമിക്രി സ്റ്റാർ ചെയ്തോണ്ടിരിക്കുക. ഞാനങ്ങനെ ഓരോ സ്റ്റാർ ചെയ്തോണ്ടിരിക്കുക. മുന്നിൽ ഒരു ഇവരെല്ലാരും ഉണ്ട്. മുന്നിൽ ഒരുത്തൻ നീട്ടിട്ട് അപ്പൊ ഞാൻ അവന് മാത്രമായിട്ടൊരു പ്രത്യേക ഒരു ഭവ്യത. താങ്ക് യു. വേറെ ആള് താങ്ക് യു. അപ്പൊ അടുത്ത സ്റ്റാർ ചെയ്ത ഇവരെ ആരുമല്ല, നിങ്ങളാണ്. പിന്നെ സന്തോഷം. അടുത്ത സ്റ്റാർ ചെയ്ത് മൂപ്പര് ഒരു 100 രൂപ ഓടി സ്റ്റേജിലേക്ക് കയറിയിട്ട് കീസെ കൊണ്ടിട്ട് ഒരു ഉമ്മയൊക്കെ തന്നിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ ഞാൻ നിലത്തൊന്നുമല്ല, ഇവർക്ക് ആരും പൈസ ഇട്ടിട്ടില്ല. പരിപാടി കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ അങ്ങോട്ട് പോയപ്പോഴേ ഇവൻ വന്നിട്ട് ഏയ് ആ പൈസ അത് അംസത്തലിന്റെ പൈസ ആണോ ചോദിക്കണ്ടോ അവന് കൊടുക്കണമെന്ന്. ഞാൻ ആരോടെ മേടിച്ചോണ്ടോ അത് തിരിച്ചു കൊടുക്കണമെന്ന്. ഞാൻ ആകെ വഷളായി. പിന്നെ മെല്ലെ ഇങ്ങോട്ട് കൊണ്ടുപോയി ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മേലാലും പൈസ ആയിട്ട് വരുന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്ത് പരിധിയില്ലേ. കേട്ടോ, ഞാനൊക്കെ ഇത്ര വർഷമായി കഷ്ടപ്പെട്ടു. ഇങ്ങനെ ആളെ സങ്കടമായി പോയിട്ടോ. വിട്ടോ, ഇങ്ങോട്ട് വരണോ. ഇങ്ങോട്ട് വന്ന് ഇവര് വെച്ച് എന്താ വിളിച്ചത്? ഞാൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അയാള് അല്ല നിങ്ങൾ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കാണ് നിങ്ങൾ എടുത്തോളി. 100 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഇങ്ങനെയൊക്കെ അത് വെക്കി ഇനി എന്തെങ്കിലും പൈസ ബുദ്ധിമുട്ടുണ്ട് എന്നോട് ഞാൻ ശരിയാക്കി തരട്ടോ. നിങ്ങൾ രക്ഷപ്പെടും, സങ്കടപ്പെടട്ടോ, നിങ്ങൾ രക്ഷപ്പെടും കേട്ടോ. എന്നാ വീട്ടിലെല്ലാവർക്കും ഒക്കെ ശരിയാവും കേട്ടോ. എല്ലാരും ഒരു വലിയ കിണറുണ്ടോ എടുത്ത് ചാടിയിരുത്തിയാണ്. എന്തായാലും ഇതൊന്നും പറഞ്ഞത് തള്ളല്ല, ഇതൊക്കെ നിത്യജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരു ഏടാണ്. അങ്ങനെയാണെങ്കിലേ ഇവരെ സീറ്റിലേക്ക് വിടാം. നമ്മുടെ തള്ളു തുടങ്ങാം. ഇവരെ നമുക്ക് തള്ളി നല്ല രസമുണ്ട്. ഏത് ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ നല്ല രസമുണ്ട്. ഞാനും വിചാരിക്കായിരുന്നേ, ഈ തള്ള എപ്പിസോഡ് ചെയ്യണ സമയത്തെ തള്ളാൻ വേണ്ടിട്ട് എന്താ ഒരു പട്ടാളക്കാരൻ വരാത്ത അതുകൊള്ളതാണല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു. ഇത് നിങ്ങളുടെ സെറ്റപ്പ് ഒക്കെ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു യുദ്ധഭൂമി പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ നോക്കിയത്. യുദ്ധഭൂമിയോ? തോന്നിയോ? ഞാനൊരു പട്ടാളക്കാരനാണല്ലോ. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് ക്യാപ്റ്റൻ ബ്രൂണോ. എന്താ ചിരിക്കുന്നത്? എന്താ ബ്രൂണോ എന്ന് കേട്ടില്ലേ? എന്താ സംഭവം അറിയോ? പുള്ളിക്കാരൻ ഒരു ചെറിയ നായ്ക്കുട്ടിയെ വളർത്തുന്നുണ്ട്. അതിന്റെ പേര് ബ്രൂണോ എന്നാണ്. ആണോ? എന്റെ വീടിന്റെ അപ്പുറത്തുള്ള ആളുടെ പട്ടിയുടെ പേര് ക്യാപ്റ്റൻ. ശരിക്കും എങ്ങനെ ചേട്ടൻ ഈ ബ്രൂണോ എന്നുള്ള പേര് വന്നേ? എന്റെ അച്ഛന് ഭയങ്കര വാശിയുള്ള ഒരു മനുഷ്യനാണ്. വാശിയാണെന്ന് വെച്ചിട്ട് ബ്രൂണോ എന്നൊക്കെ പേരിടും. അത് പേരിടുന്ന കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്ക് 4 വയസ്സുള്ള പ്രായത്തില് 4 വയസ്സുള്ള ഒന്ന് ഓർക്കണം, 4 വയസ്സിൽ അച്ഛനും ഞാനുമായിട്ട് ചെറിയൊരു കസപിസ ഉണ്ടായി. ഞാനും അച്ഛന്റെ മോനല്ലേ, വാശിക്ക് ഒട്ടും പിന്നോട്ടല്ലല്ലോ. അങ്ങനെ എന്തോ കസപിസ പറഞ്ഞു കൂട്ടപ്പം അച്ഛാ ഈ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എങ്ങനെ എന്നെ എന്നോട് സംസാരിക്കുവാണെങ്കിൽ എന്റെ പേരെടുത്ത് അച്ഛൻ പട്ടിക്കിട്ടോളം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വാശിക്കാരനാണല്ലോ. അച്ഛൻ ഒന്നും നോക്കിയില്ല, എന്റെ പേര് പട്ടിക്ക് വിട്ടു, പട്ടിയുടെ പേരെടുത്ത് എനിക്ക് വിട്ടു. നിങ്ങളുടെ വീട്ടിലെ പട്ടിയുടെ പേരെന്താ? രാജശേഖരൻ തമ്പി.
ചേട്ടാ ശരിക്കും പട്ടാളക്കാരനാണോ? ഇതെന്ത് ചോദ്യമാണോ ഇത്? ഇതെന്ത് ചോദ്യം അത്? അതെ, 25 വർഷം ഞാൻ പട്ടാളത്തിൽ പൊറോട്ട അടിച്ചിട്ടുള്ള ആളാണ്. പൊറോട്ട അടിക്കുന്നതായിരുന്നല്ലേ? പൊറോട്ട അടിച്ചെന്നാര് പറഞ്ഞു? ചേട്ടനല്ലേ പറഞ്ഞപ്പോ? അയ്യോ, പൊറോട്ട അടിച്ചെന്നല്ല പറഞ്ഞത്. പിന്നെന്താ? നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. പുറകോട്ട് പരേഡ് അടിച്ചെന്നാണ് പറഞ്ഞത്. ചേട്ടാ നമ്മൾ സാധാരണ മുമ്പിലേക്കല്ലേ പരേഡ് അടിക്കുന്നു? മുന്നോട്ട് പരേഡ് അടിക്കും, അതുപോലെ തന്നെ പുറകോട്ടും പരേഡ് അടിക്കും. പുറകോട്ടൊക്കെ പരേഡ് അടിക്കും. പിന്നെ നമ്മളൊരു വാഹനം മുന്നോട്ട് പോയാൽ അത് പുറകോട്ടും വരില്ലേ? നിങ്ങളെന്താ വിചാരിച്ച പട്ടാളത്തിൽ റിവേഴ്സ് ഗിയറിൽ നിന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അല്ല, ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഈ മുന്നോട്ടാണല്ലോ പോകുന്നത്, പിന്നോട്ട് വരുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ മുന്നോട്ട് പോയവരങ്ങ് പോവാണോ? തിരിച്ചവരുടെ ക്യാമ്പിൽ വരത്തില്ലേ? ശരിയാണല്ലോ, പോയെടുത്ത് വന്ന് ചേരണ്ടേ? ശരിയാ ശരിയാ. എന്തൊരു തോൽവിയാണോ നീയൊക്കെ? ഒരു ദിവസം ഞങ്ങളിങ്ങനെ ക്യാമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കേണൽ വന്നു ഞങ്ങളോട് പറഞ്ഞു, പിള്ളേരെ ചുമ്മാ ഇരിക്കണമാടാ, എന്നൊരു യുദ്ധം ഉണ്ടെന്ന്. പെട്ടെന്ന് ഒരു ദിവസം യുദ്ധം വരുമോ? നമ്മള് എഴുത്തെഴുതി, പ്രിയ പട്ടാളക്കാരെ, ഞങ്ങൾ പാകിസ്ഥാൻകാർ 15-ാം തീയതി ഒരു യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങൾ വരാം. ഇങ്ങനെ ആരെങ്കിലും എഴുതി അറിയിച്ചേ? ചേട്ടാ, ഈ യുദ്ധം എത്ര മണിക്ക് തുടങ്ങും രാവിലെ? യുദ്ധം നമ്മളൊരു 7-8:30 ആകുമ്പോൾ നമ്മൾ അതിന്റെ പണി തുടങ്ങും. എങ്ങനെയാ പണി തുടങ്ങുന്ന യുദ്ധത്തിന്റെ പണി? യുദ്ധത്തിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ പട്ടാളക്കാർ കാണുമല്ലോ. അപ്പൊ ആദ്യം നമ്മള് പണി സൈറ്റിൽ ചെല്ലും. യുദ്ധസ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ഞാനാണ് അതിന്റെ മൊത്തം പണിയുടെ മൊത്തം മെയിൻ പട്ടാളം ഞാനാണ്. ഞാൻ നിന്നിട്ട് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ നിൽക്കും. സ്റ്റഡി ആയിട്ട് നിന്നിട്ട് എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യും. വാച്ച് ചെയ്യുമ്പോ എനിക്ക് മുകളിൽ ഒരാൾ കാണും. ഹൈറാർക്കി അനുസരിച്ചല്ല, നമ്മുടെ തൊട്ട് മേളിൽ ഒരാൾ കാണും. അതിന് മേളിൽ വേറൊരാൾ കാണും. അടുത്ത റാങ്കിങ് അതിന് മേളിൽ വേറൊരാൾ കാണും. അതിന് മേളിലും വേറൊരാൾ കാണും. പിന്നെ അടുത്ത അതങ്ങനെ അതിന്റെ അനുസരിച്ചാണ് നമ്മുടെ അതിന്റെ ഈ കൊട്ടേഷൻ അനുസരിച്ചാണ് അതിന്റെ അങ്ങനെയാണ്. അങ്ങനെ എല്ലാരും സെറ്റാക്കി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഈ താഴെ കിടക്കുന്ന തോക്കെല്ലാം എടുത്ത് ഈ മേളിൽ നിൽക്കുന്ന ആളുടെ കൊടുക്കും. അയാൾ ആ തോക്ക് അയാളുടെ മേളിൽ നിൽക്കുന്ന ആളുടെ കൊടുക്കും. തോക്കുകളെല്ലാം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നായി പിറക്കി ഇങ്ങനെ മേളിൽ കൊടുത്ത് താഴെ കിടക്കുന്ന തോക്കെല്ലാം അങ്ങ് മേളിലെത്തി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അന്ന് വാർക്കയാണ്. അന്ന് വാറാണ്. വാർ വൈകുന്നേരം ചിലതൊക്കെ അങ്ങ് നീണ്ടു പോകും, 10 മണി വരെയൊക്കെ പോകും. ചിലതാണ് 5-5:30 ആയി കഴിയുമ്പോഴത്തെ പിന്നെ ഞങ്ങൾ തോക്കും എല്ലാം കഴുകി വെച്ചിട്ട് നേരെ പൊറോട്ടയും ഇറച്ചിയും തിന്നാൻ ഒരു പോക്കുണ്ട്. മേജർ ബ്രൂണോ സാർ. യെസ് സാർ. മേജറിന് ആദ്യമായിട്ട് വിളിച്ചതിന്റെ ഒരു ഒന്ന് വിളിക്കണേ. അതെ, മേജർ ബ്രൂണോ സാർ, ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരു മറക്കാനാവാത്ത എന്തെങ്കിലും പട്ടാളത്തിൽ വല്ല നാട്ടിലും എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം പറയാൻ പറ്റുമോ? ഒരാഴ്ച വിട്ടിരിക്കുമോ? ഒരാഴ്ച വിട്ടിരിക്കാമോ? എനിക്ക് നേരെ ഒന്ന് പറഞ്ഞാൽ മതി. ഒരെണ്ണം മതിയോ? ഒരു ചെറിയൊരു അനുഭവം. സാറിന് തിരക്കുള്ളതല്ലേ? ഏതോ ഒരു ഘോര വനാന്തരത്തിൽ കൂടി ഞാനിങ്ങനെ ഒറ്റയ്ക്ക്, ഞാൻ എല്ലാരും യുദ്ധത്തിന് പോയതാണ്, ഞങ്ങള് ഒരു ഓപ്പറേഷന് വേണ്ടി പോയതാണ്. അവസാനം ഞാൻ ഒറ്റയ്ക്ക് പെട്ടുപോയി. അയ്യോ. പിന്നെ എന്റെ ഭാഗ്യത്തിന് പിന്നെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ, ഭയങ്കര വാശിക്കാരനുമാണല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര ക്രാണശക്തിയാണ്. ഏത് സൗണ്ട് കേട്ടാലും ഞാൻ പിടിച്ചെടുക്കും. അതാണ്, ഞാൻ ഭയങ്കര പ്രത്യേകതയുള്ള ആളാണ്. എനിക്ക് ചെവിക്കോട്ടാണ് ക്രാണശക്തി. അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പം എന്റെ പുറകിൽ ഒരു ശബ്ദം, വെറും ശബ്ദമല്ല. ഇപ്പം അടുത്തൊരു സിനിമ ഇറങ്ങിയത്, നമ്മള് പുലിമുരുകനകത്ത് ഇങ്ങനെ പുലി കരിയിലെ ചവിട്ടി വരുമ്പോ ഒരു ശബ്ദം ഉണ്ടല്ലോ. അവൻ ആദ്യം കാലെടുത്ത് വെച്ചപ്പോഴേ ഞാൻ ഉറപ്പിച്ച് ഇത് പുലി തന്നെ. പുലി. ഞാനൊന്നും മടിച്ചില്ല. ഒരു മരത്തിന്റെ മറവിലേക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ ഒന്നല്ല, ഒരു 10-25 പുലി. 25 പുലി ഒരു കാട്ടിലുണ്ടാവും. ഞാൻ കണ്ടില്ല, പക്ഷെ കരിയിലയുടെ അനക്കം കേട്ടപ്പോ ഞാനത് ഗ്രാസ്പ് ചെയ്തു. എന്നിട്ട് എനിക്ക് ഈ റാംബോ ഒക്കെ ഉപയോഗിക്കുന്ന തോക്കില്ലേ, 26ാമത്തെ പുലിയുടെ കാൽവെപ്പ് ശബ്ദം കേട്ടത് ഞാൻ എന്തോ എടുത്തു, എന്നിട്ട് പുലി ചത്ത. സംഭവം ക്ലോസ്. അത് എന്തായി പറയണത്? 10-26 പുലിനെയും ഒരുമിച്ച് കൊന്നു. പുലി ചത്തോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഫോറസ്റ്റുകാർ എന്നെ അറസ്റ്റ് ചെയ്തു. എന്തിനാണ് ഞാൻ തിരക്കിയപ്പോഴാണ് പറഞ്ഞത്, അവരുടെ 10-60 ചന്ദനമരം ഞാൻ വെടിവെച്ച് പൊളത്തിയിട്ടേക്ക്. അപ്പൊ നിങ്ങൾ ഗ്രാണശക്തിയിൽ കേട്ട പുലിയൊക്കെ എവിടെ പോയി? അത് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതെ. ഗ്രാണശക്തി എന്ന് പറഞ്ഞതേ തിരിഞ്ഞുപോയി.
പിന്നെ വന്നത് എന്തിനാന്നറിയാമോ? എന്റെ അച്ഛന്റെ കഥയൊക്കെ എടുത്ത് സ്റ്റേജിലടിക്കുകയാണല്ലേ. അച്ഛന്റെ കഥ എടുത്ത് ആരാ സ്റ്റേജിൽ അടിച്ചവിടെ? ആ പിടിവാശിക്കാരനായ പട്ടാളക്കാരൻ എന്റെ അച്ഛനാണ്, കണാരൻ. അപ്പൊ കണാരന്റെ മോനാണ്. അതെ, അപ്പൊ ഇത് മോശമാവില്ല. എന്റെ അച്ഛനെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾ? ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, അച്ഛനിപ്പോ ജീവിച്ചിരിപ്പില്ല. എന്തുറ്റി? ഞങ്ങളുടെ രാജശേഖരൻ തമ്പിയില്ലേ, എന്റെ അച്ഛന്റെ കൊരവള്ളിക്ക് കടിച്ച് എന്റെ അച്ഛനെ കൊന്നു. നിങ്ങളുള്ള സകലമാന ബഹുമാനം മനസ്സിൽ വെച്ചിട്ട് മനസ്സിന്റെ ഓരോ സന്തോഷവും ഒക്കെ വെച്ച് പറയാ. നിങ്ങൾ എമ്മാതിരി വിടലാന്ന്, ഭയങ്കര വിടലാണത്. വീട്ടിൽ പോയി വിടലടിച്ചപ്പോ ഞാനും കണാരനും കൂടെ ഒരു പരിപാടി കാണാൻ വന്നല്ലോ ഇവിടെ. എന്തായാലും ഇത്രയൊക്കെ തള്ളി മറിച്ചതല്ലേ. നിങ്ങൾ പോരുത്. നിങ്ങൾ ഇവിടെ തന്നെ വേണം. നിങ്ങളൊരു അസറ്റാണ്, നിങ്ങളൊരു മുതലാണ്. ഇന്ന് മുഴുവൻ ഇതിനകത്ത് വേണം. അതെ, നിങ്ങൾ അവിടെ ചെന്നിരിക്കും. നിങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ സീറ്റ് കിടപ്പുണ്ട്. ധൈര്യമായിട്ട് ചെന്നിരിക്കും. ഒന്ന് തോന്നുന്നത് അവിടെ കുഴപ്പമില്ല. അയ്യോ അയ്യോ. ഇനി നമ്മൾ ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. അതെ, ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് രാജകുമാരിയെ തല്ലുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തല്ലാൻ കഴിയുന്നോ അത്രയും നിങ്ങൾ വിജയിയായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രാജകുമാരിയുടെ ഇത് കണ്ടോ, ഈ രാജകുമാരിയുടെ ഈ പാവയുടെ മുകളിലായിട്ട് ഒരു വൈറ്റ് ഏപ്രൺ ആണ്. അതെ, ഇതിനകത്ത് ചായം ഉണ്ട്. ഇതിനകത്ത് ഈ വടിയിൽ ചായ മുക്ക, ഇതിനെ തല്ലുക. അപ്പൊ എന്ത് എളുപ്പം എന്ന് നമുക്ക് തോന്നുന്നു. കാരണം വെറുതെ ഇങ്ങനെ ചായ മുക്കിട്ട് വെറുതെ ഇങ്ങനെ തല്ലി കഴിഞ്ഞാൽ നമുക്ക് കളി ജയിക്കാൻ പറ്റുമെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയി പോലെ. അപ്പൊ അത് കാരണം കൊണ്ട് തല്ലാൻ നിൽക്കുന്ന ആളിന്റെ അതേ ടീമിൽ നിന്നുള്ള മറ്റൊരാളെ നമ്മൾ പിടിച്ച് ഇപ്പുറം നിർത്തും. അതായത് ഈ രാജകുമാരിയുടെ പിറകിൽ നേരെ ഇങ്ങനെ നിർത്തും. ഓക്കെ, പിറകിലേക്ക് തിരിച്ചു നിർത്തിയതിനു ശേഷം എതിർ ടീമിലുള്ള ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിർത്തും. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ ലിവർ ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടല്ലോ, മറ്റേ ലിവർ ജോണി ഇല്ലേ, അതേപോലൊരു ലിവറാണ്. നല്ല പവർ സ്റ്റിയറിംഗ്. അങ്ങനെ തിരിക്കുന്ന സമയത്ത് ചിലപ്പം അടി മാറിയിട്ട് നമ്മുടെ സെയിം ടീമിലുള്ള ആളുടെ ദേഹത്ത് കൊണ്ടാ കുറച്ച് ചായം അതിന്റെ മേത്തിരിക്കും. പിന്നെ ചിലപ്പോ അടി കിട്ടിയെന്നും വരും. അപ്പൊ ഇനി ഒരു ത്രില്ലിന് വേണ്ടിയിട്ട്, നമ്മുടെ എപ്പിസോഡ് എന്തായാലും തള്ള എപ്പിസോഡാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അടിക്കാനായിട്ട് നിൽക്കുന്ന ആളുടെ കണ്ണും മൂടിക്കെട്ടും, അവിടെ കറക്കാൻ നിൽക്കുന്ന ആളുടെ കണ്ണും മൂടിക്കെട്ടും. എങ്ങനെയുണ്ട് നമ്മുടെ സൈക്കോ ഗെയിം? നല്ല തള്ളല്ലേ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടി അടിക്കുന്ന ആളിന് 1.5 കോടി രൂപയാണ് സമ്മാനം. പിന്നെ ഒരു ദിവസത്തേക്ക് 5 കോടി രൂപ നമ്മുടെ അല്ലു അർജുന്റെ സിനിമയെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പിന്നെ അല്ലേ 1.5 കോടി. ഈ ബൊമ്മയുടെ ഒരു ഫിഗർ വെച്ച് ഇവിടെ 2 ആൾക്കാരെ മാത്രം ഇതിനകത്ത് നിർത്തിയത് തിരിച്ചാ തിരിയത്തുള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങളൊക്കെ എല്ലാം ആരോഗ്യമുള്ള ആൾക്കാരാണ്. അങ്ങനെ നന്നായിട്ട് തിരിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ 1.5 കോടി കൊടുത്തോ. ഈ 1.5 കോടി എന്ന് പറഞ്ഞാൽ നമ്മുടെ തള്ള എപ്പിസോഡ് ആയതുകൊണ്ട് വെറുതെ തള്ളാനായിട്ട് പറഞ്ഞ 1.5 കോടി രൂപയൊക്കെ കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എനിക്ക് 5 കോടി രൂപ കിട്ടും തോന്നുന്നുണ്ടോ? മത്സരം തുടങ്ങുകയാണ്. ആദ്യം നമ്മുടെ ദേവാസുരം ടീമിൽ നിന്ന് തന്നെ അടി കൊള്ളാനായിട്ടുള്ള ആള് വരട്ടെ. ടീം മധുരരാജ് എന്ന ആരാണ് കറക്കാനായിട്ട് വരുന്നത്? ഞാൻ വരാൻ കറക്കാൻ. കറക്കാനായിട്ട് പുള്ളി ബെസ്റ്റാ. കറക്കലാണ് എന്റെ പ്രധാന. ഒരു സംശയം, ഇതിപ്പോ ഏതാ ഏഞ്ചല്? അടി വീഴുമ്പോ ഒച്ചത്തി അമ്മ അപ്പ എന്ന് പറഞ്ഞ് കരയുന്നത് ഏഞ്ചൽ. മത്സരം ആരംഭിക്കുകയാണ്. 3, 2, 1. അടിയെല്ലാം കറക്റ്റ് ആണ്. സംഭവം അടിച്ചതിന്റെ പോലെ തന്നെ വീണ്ടും അടിക്കണോട്ടെ, അത് എണ്ണാൻ പറ്റൂല. അത്രയും പതിയെ കറക്കണ്ട. മതി. നമ്മുടെ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അത് ബസർ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കുട്ടിക്ക് തലകറക്കാണെന്ന് പറഞ്ഞു. അതെ, കുട്ടിക്ക് തലക്കറക്കമാണ്, ഛർദ്ദിക്കാൻ വരുവാണെന്നും പറഞ്ഞു. അപ്പൊ ബൈച്ചേട്ടന് ഒരു സന്തോഷം തോന്നി. ഞാൻ കറക്കിയിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഛർദ്ദിക്കണത്. ഞാനൊന്ന് എണ്ണി നോക്കട്ടെ മാത്തു.
ഇതേ അടി തന്നെയാണ് ഇവിടെ. ഇത് ശരിക്കും 14 ഉണ്ടല്ലോ, അടി ഞാൻ അടിച്ചിട്ടുണ്ട്. നേരറിയാൻ CBI എന്ന് പറയുന്നത് മമ്മൂക്കായെ പോലെ നിൽക്കുകയാണ്. ഇതിനകത്ത് എത്ര അടിയുണ്ടെന്ന് അറിയാൻ. 14 അടി അടിച്ചിട്ടുണ്ട്. 14 എവിടെ? ഇവർക്കുള്ള അടി ഇതില് ലേഡിക്കുള്ള അടിയല്ല, ഇതില് ഈ ഡമ്മിയിലുള്ള അടിയാണ്. ലേഡിക്കുള്ള അടി ഫ്രീ ഗിഫ്റ്റ് ആണ്. 1 2 3 4 5 6 6 ഇതിപ്പോ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു ഞെട്ടിക്കൽ നടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മധുര രാജ ടീം ചെറുതായിട്ടൊന്ന് ഞെട്ടി നിൽക്കുകയാണ്. അതെ. ആരാണ് വരുന്നത് ഇനി ബൊമ്മക്കുട്ടിയുടെ അപ്പുറം നിൽക്കാൻ? അപ്പൊ എന്തായാലും ബൊമ്മക്കുട്ടിക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആളെ എത്തിക്കഴിഞ്ഞു. ഇനി രണ്ടുപേരെ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ഒരാൾ ലിവർ കറക്കാനായിട്ട് വേണം. ആ ലിവർ ജോണി ആരാണെന്നുള്ള കാര്യവും ഇവിടെ ഈ തല്ലുന്ന ആളാരാണെന്നുള്ള കാര്യവും തീരുമാനിക്കണം. ലിവർ ജോണി അല്ലല്ല, ചിരിച്ചുകൊണ്ടിരുന്ന മനോജേട്ടനെ ലിവർ ജോണി എന്ന് പറഞ്ഞ മുഖത്തിന്റെ എക്സ്പ്രഷൻ മാറ്റിയാണ്. ലിവർ ജോണിക്കൊപ്പം തന്നെ ഇനി തല്ലാൻ ആരാണ് വരുന്നത്? ഹലോ, ആളുകൾക്ക് ഒരു ചെറിയ സംശയം തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാല് മുമ്പ് അടിച്ച അടികളുടെ പാട് മുഴുവൻ ആ ഏപ്രിലിൽ കിടക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ എണ്ണും എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട സംശയം. ആ സംശയം വേറെ ഒന്നുമല്ല, നമ്മുടെ നീല കളർ വെച്ചിട്ടാണ് ഇനി നമ്മൾ തല്ലാനായിട്ട് പോകുന്നത്. അതെ, അപ്പൊ ആ നീല വെച്ചിട്ടായിരിക്കും നമ്മൾ എണ്ണ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സ്പീഡ് ഓക്കെയാണ്, സ്പീഡ് ഓക്കെയാണ്. കറക്റ്റാ. അടി അടി അടിച്ചോ. കല്ലു, ഇതിനകത്ത് രസം എന്ന് പറയോ, ശ്രീജിത്തിന് എന്തോ ഒരു ദേഷ്യം ഉണ്ടായിരുന്നോളൂ അഞ്ജനയുടെ അടുത്ത്. അച്ചാലും മുച്ചാലും അടിയായിരുന്നു. എന്റെ കയ്യിലും കാലിലൊക്കെ ഇട്ട് അടിച്ചു. ഞാൻ പേടിച്ചിരിക്കായിരുന്നു മുഖത്തടിക്കുമെന്ന്. അതെ, ഇവിടെ നമുക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ, അവർക്ക് ആർക്കും കാണാൻ പറ്റൂല. കറക്കുന്ന ആളിനും കാണാൻ പറ്റൂല, അടിക്കുന്ന ആളിനും കാണാൻ പറ്റൂല. ഞാൻ തലനാരിര രക്ഷപ്പെട്ടു. എന്തായാലും അടിച്ചത് മുഴുവൻ ഉഗ്രൻ അടിയായിരുന്നു. നല്ല ശബ്ദത്തിലുള്ള അടിയായിരുന്നു. കല്ലു, എണ്ണി നോക്കാം. 1 ചിലതൊക്കെ വീതി ഉണ്ടോ നേരത്തെ? 2 3 4 5 6 7 8. ഒരാൾ 6 അടിയാണ് അടിച്ചത്. എന്നാൽ അവരെ മറികടന്നുകൊണ്ട് ടീം മധുര രാജ ഏറ്റുവാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നു 8 അടി. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ മധുര രാജ 8 അടി വീരന്മാർ എന്നറിയപ്പെടും. അവനവന്റെ ടീമിലുള്ളവരും എതിർ ടീമിലുള്ളവരും ഒരേപോലെ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയാണ് നമ്മളിപ്പോ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നത്. ഞാനത് മനസ്സിൽ പറഞ്ഞേ ഉള്ളൂ. രാജേഷ് കടവന്ത്രയെ പിടിച്ച് അവിടെ കെട്ടിയിട്ട് നന്നായി. അടിക്കാൻ വല്ല നിർത്തിയിരുന്നെങ്കിൽ ഇവിടെ മരണം നടന്നു. ആർക്കാണ് രാജേഷിനെ തല്ലാനായിട്ട് ഇഷ്ടമുള്ള ആള്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ടീമിൽ നിന്ന് ആരാണ് ലിവർ കറക്കാനായിട്ട് വരുന്നത്? ഞങ്ങളുടെ ടീമിലെ സൈക്കോ പോലെ. രണ്ട് ടീമുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും 3 മികച്ച സൈക്കോകളാണ് ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത്. സനുജ സൈക്കോ, രാജേഷ് സൈക്കോ ആൻഡ് ഹർഷ സൈക്കോ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കണ്ണു പൊക്കി നിൽക്കരുത്, കണ്ണു പൊക്കി നിൽക്കരുത്. അതെന്തോ അടി. തല പൊക്കുന്നേ അങ്ങനെ
രാജേഷേ എങ്ങനെയുണ്ടായിരുന്നു സൈക്കോ രാജേഷേ ഈ തിരിച്ചടി? അല്ല, ഞാൻ വിചാരിച്ച ഇവിടുത്തെ ഏറ്റവും വലിയ സൈക്കോ ഞാനാണെന്നുള്ളതാണ്. പക്ഷെ ഞാനല്ല, ഇത് തന്നെ യഥാർത്ഥ സൈക്കോ. എന്റെ അമ്മോ. പക്ഷേ ഒരു കാര്യം നോക്കിയാ, ഈ ദുഷ്ടനെ ദൈവം കൂടുതൽ വളർത്തു എന്ന് പറയുമ്പോൾ ഒരടി ഏറ്റവും അല്ല, ഇവിടത്തെ യഥാർത്ഥ സൈക്കോ നമ്മളാരുമല്ല യഥാർത്ഥ സൈക്കോ. ആദ്യത്തെ കറക്കില്ല, ആദ്യത്തെ ഒരു 2-3 പ്രാവശ്യം കറങ്ങില്ല നല്ല സ്പീഡില്. എന്റെ തലച്ചോറ് ജ്യൂസ് അടിച്ച പോലെ ആയിട്ടുണ്ട്. നിനക്ക് തലച്ചോറുണ്ടോ? പൈസയുടെ കൂട്ടുകാരനായിരുന്നു എനിക്ക് തോന്നാം. അതെ, നമുക്ക് ഇനി എണ്ണാം. കല്ലു എണ്ണ 1 2 അത് 3 3 4 5 6 അടി അടിച്ചിട്ടുണ്ട്. 5 അഞ്ചടി. ഓക്കെ, 5 അടിയാണ് കൃത്യമായിട്ട് ഹർഷ അടിച്ചത്. പക്ഷെ ഹർഷയുടെ അടി എന്ന് പറഞ്ഞ ഓരോന്നൊരു 1-1.5 അടിയായിരുന്നു. ടപ്പോ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഈ ടീം 5 എണ്ണമാണ് കൃത്യമായിട്ട് അടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടീമിനെ വിളിച്ച് ഇവിടെ കൊണ്ട് നിർത്താം. ആ ടീം 6 എണ്ണമെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ കളിയായിരിക്കും. അടുത്ത ടീമിൽ നിന്ന് വരുന്നു വരദ. അപ്പൊ ആരാണ് വരദയെ തല്ലാനായിട്ട് വരുന്ന? ആരാണ് നിങ്ങളുടെ ടീമിൽ നിന്ന്? ലിവർ തിരിക്കാൻ ആരാണ്? ലിവർ തിരിക്കാൻ? അയ്യോ അയ്യോ അയ്യോ, എന്നെ ഇറക്കി വിടൂ. അറിയാതെ ഞാനും പങ്കാളിയാവൂല. തിരിക്കാനെത്തുന്നു സൈക്കോ രാജേ. ഞാനിതിന് വരുന്ന സമയത്തെ രാജേട്ടൻ നേരത്തെ നിന്നല്ലോ, ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ. ഇനി ഇത് കറക്കാൻ വരില്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് വരദയോട് ഞാനൊരു കാര്യം പറയട്ടെ. രാജേഷിന് കണ്ണ് കാണുന്ന സമയത്ത് ചെറിയൊരു മയമുണ്ട്, പക്ഷെ കണ്ണും കൂടെ മൂടി കെട്ടിയുണ്ടല്ലോ, പിന്നെ രാജേഷിന് ഒരു മയമില്ല. Your time starts now. Stop. പതിയെ. Okay, ഇനി പതിയെ. നിന്റെ ഒരടി പോലും ഞാൻ മിസ് ചെയ്തിട്ടില്ല. അതൊന്നും ഇവിടെ അല്ല കിട്ടിയത്. മുട്ടും കയ്യില് കുറെ കിട്ടി, ഇവിടെ കിട്ടി, ഇവിടെ കടിയുണ്ട്. സത്യമായിട്ട് കണ്ടോട്ടെ. ഞാനൊരു കാര്യം പറയാം, ഇത് നീ തന്നെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഫ്ലോറിലേക്ക് ആരെങ്കിലും വരണമെങ്കിൽ ഇനി മുതൽ അങ്ങോട്ട് പ്രാന്തില്ലാന്നുള്ള ഞങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യും? ഇവരോടൊന്ന് ചോദിച്ചു കേട്ടെ, അവര് പോണെന്ന് പറയുന്ന വീട്ടിൽ. ഞാൻ ശരിക്കും മുഖത്ത് കിട്ടിയത് കരുതി. അയ്യോ, ശരിക്കും ഭ്രാന്തായി പോയെന്ന് ഞാനെന്താന്നറിയാൻ വിചാരിച്ചത്, എനിക്ക് അടി കിട്ടി, എനിക്ക് അടിയെന്ന് കിട്ടിയെന്ന് പറയണത് എനിക്ക് ഇതിൽ അടിക്കാനുള്ള കമാൻഡാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. അയ്യോ, എന്തായാലും അടി കുറെ ശബ്ദം നമ്മൾ കേട്ടു. അതിൽ എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് മാർക്കിൽ വീണു എന്നുള്ളതാണ് ഇനി നോക്കട്ടെ. എല്ലാ മാർക്കും അല്ല, 23 അടി അതിനകത്ത് അടിച്ചിട്ട്. അത് പോരാഞ്ഞ കവിളിലും ഷോൾഡറിലും ഒക്കെ ആയിട്ട് വേറെ ഉണ്ട്. എനിക്കും കിട്ടി 3-4 ശരി, ഇനിയിപ്പോ കറക്റ്റ് ആയിട്ട് എത്ര എണ്ണം കൊണ്ടു നോക്കട്ടെ. കറക്റ്റ് ആയിട്ട് എത്ര എണ്ണം കൊണ്ടുവന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ 1 തെളിഞ്ഞ അടികൾ എത്ര? 2 3 4 5 6 7 8. അപ്പൊ എന്തായാലും 2 റൗണ്ടിലും ഏറ്റവും അധികം അടികൾ കൊടുത്ത ടീം മധുരരാജ ഈ തവണത്തെ വിജയികളായി നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. യെസ്, അപ്പൊ മധുരരാജയെ നമ്മൾ വിജയികളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? അടിപൊളി. ഇതിലിപ്പം ഏറ്റവും കൂടുതൽ എണ്ണ അടിച്ചതും അടി വാങ്ങിയതും ഇവർ തന്നെയാണ്.
അല്ല അഖിലല്ലേ അതാ, അതെ, അതെ. 8 അടിപൊളി 8 അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവന്റെ ഒരു 8 അടിയായിരുന്നു. അപ്പൊ എന്തായാലും മത്സരം അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്ത അംഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുൻപ് ചെറിയൊരു ബ്രേക്ക്. ഇത് ലെറ്റ്സ് റോക്ക് ആൻഡ് റോൾ. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞതിന് ശേഷമുള്ള സിനിമാ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ഇനിയിപ്പം ടി.കെ. രാജകുമാർ സാറെ പടം അത് 12-ാം തീയതി ഷൂട്ട് തുടങ്ങും. ഓക്കെ. പിന്നെ വേറെ നമ്മളൊരു സ്വന്തം പരിപാടികളുണ്ട്. ഓൺ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കോമഡിയാണോ സബ്ജക്ട്? കോമഡിയാണ്. നിർമ്മലിന്റെ കാര്യം എങ്ങനെയാണ്? രാജകുമാർ സാറിന്റെ പടത്തില് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്താ പറയാ കോംബോ ഓഫർ ആണോ? അങ്ങനെ ഒന്നല്ല. ഈ മസാല ദോശയുടെ കൂടെ പരിപ്പോട കിട്ടുന്ന പോലെ പരിപ്പോടയിലെല്ലാം കിട്ടാം, ഉഴുന്നോടെ കിട്ടുന്ന പോലെ അതില് വേഷം ചെയ്യാണ്ട് ഇപ്പൊ ഈ ഒരു ലോക്ക്ഡൌണിന്റെ ഇടവേളയിൽ തന്നെ ഒരു സിനിമ ചെയ്തു. ഭീമന്റെ വഴി ചാക്കോച്ചൻ നായകനാവുന്ന അങ്കമാലിയുടെ ശേഷം ചെമ്പം വിനോദേട്ടന്റെ സ്ക്രിപ്റ്റിൽ എഴുതിയ ഒരു പടം. അതിന്റെ ഷൂട്ട് കഴിഞ്ഞു. ചെന്നൈയിൽ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജയറാമേട്ടൻ പറഞ്ഞിട്ട് കാളിദാസിനോടൊപ്പം ഒരു വർക്കിൽ പോകാനുണ്ട്. അങ്ങനെ പിന്നെ സിനിമയിലെ ഭയങ്കര തിരക്കായി കഴിഞ്ഞപ്പോഴേ ഇപ്പൊ പഴയ ആൾക്കാർക്കൊന്നും നിങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കഥ പറയാനുള്ള അവസരം പോലും കിട്ടുന്നില്ല എന്നാണ് പരാതിയേക്കുന്നത്. ഞങ്ങള് പഴയ ആൾക്കാരെ കൂടെ തന്നെ കഥയും പറഞ്ഞും പാട്ട്. പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പഴയ ഒരു കക്ഷിയുണ്ട്. നിങ്ങൾക്ക് പുള്ളിനെ അറിയുമെന്ന് അറിയില്ല, പക്ഷെ പുള്ളി പറയുന്നത് നിങ്ങൾ നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് പറ്റിയൊരു കഥ പുള്ളിക്കാരന്റെ കയ്യിലുണ്ടെന്നാണ്. പുള്ളി കുറെ നാളായിട്ട് നിങ്ങളെ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല, ഫോൺ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഷൂട്ട് എന്നാണെന്ന് ചോദിച്ച് ഒരു 3 ദിവസമായിട്ട് കാത്തിരിക്കുന്ന ആ മനുഷ്യനെ നമ്മൾ ഈ വേദിയിലേക്ക് ഇനി വിളിച്ചില്ലെങ്കിൽ അത് പുള്ളിയോട് ചെയ്യുന്ന ഒരു വലിയ അപരാധമായിരിക്കും. കാരണം ഒരു ഉഗ്രം വാഗ്മിയാണ് അദ്ദേഹം. അതെ, കാണാലോ. ശരി ചേട്ടാ, ആ കഥാകാരൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കയറ്റിവിടും. ഒന്ന് കയറ്റിവിടും. പുള്ളി കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ കുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ. നമസ്കാരം. വലിച്ച് ചുമ്മാ ഞാൻ ഈ താറാവിനൊക്കെ വിളിക്കുന്ന പോലെ അതല്ല, ഞാൻ അങ്ങനെ സംസാരിക്കുമ്പോ വിക്ക് വരുന്നോണ്ട് അങ്ങനെ തോന്നുന്നു. സോറി. അയ്യോ, അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എന്റെ കയ്യിലൊരു ഗതയുണ്ട്. എന്റെ ഗത കണ്ടിട്ടുണ്ടോ? ഗതയോ? അല്ല, എനിക്ക് കാ വരുത്തില്ല, അതാണ്. എന്റെ കയ്യിലൊരു കഥയുണ്ട്. ഓക്കെ, ഈ ഗായും കായും തമ്മിൽ ചില ആൾക്കാർ കുഴപ്പമില്ല. എന്റെ ഗത മോഹൻലാല് കണ്ടിട്ടുണ്ട്, കൊള്ളാന്ന് പറഞ്ഞു. ഉണ്ടല്ലോ. നിർമ്മൽ പാലാഴി അറിയാ, കണ്ടിട്ടുണ്ട്. ഇത് ഹരീഷ് കണാരൻ. അതെ, ഈ ഞാൻ ഈ സിനിമ എടുക്കുന്നത് വെറുതെ അല്ല. ചാരിറ്റിക്ക് വേണ്ടിയാണ്. കിട്ടുന്ന പൈസ എല്ലാം ഞാൻ ചാരിറ്റിക്ക് കൊടുക്കും. നമ്മുടെ നാട്ടില് പ്രളയം വന്നില്ലേ? അന്ന് നമ്മള് മലയാളികള് അത് അതിജീവിച്ചു ഇല്ലേ? രണ്ടാമതും ഒരു പ്രളയം വന്നില്ലേ? അതും നമ്മള് മലയാളികള് അതിജീവിച്ചു. ഇനി ഒരു പ്രളയമായാൽ നമ്മള് മലയാളികൾ മൊത്തം മുങ്ങിപ്പോവും. നമ്മളത് ശ്രദ്ധിക്കണം. അല്ല, എനിക്ക് രണ്ട് നായകനെ അപ്പൊ അത് ആരെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇപ്പൊ ഈ കൊറോണ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് സിനിമയിൽ അഭിനയിക്കാനായിട്ട് കഴിവുണ്ടായിട്ടും അവസരമില്ലാത്ത കുറെ പേര് ഇവിടെ ഉണ്ട്. അതിനുള്ളൊരു അവസരമാണ് എന്റെ കഥ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേട്ടന് പണി ചെയ്തോ. നമുക്ക് ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, ചേട്ടൻ സെലക്ട് ചെയ്തോ. അതിനെങ്കിൽ വിളിക്ക്. ആ വലിയ ചെമ്പിട്ടോണ്ടിരിക്കുന്ന ആ കുട്ടിയെങ്കിൽ വിളിക്ക്. സനുജ. പേര് നമുക്ക് മാറ്റാം, പിന്നെ മാറ്റാം. നല്ലതായിരിക്കും കേട്ടോ. കാരണം മറ്റേ ആ പയ്യനെ കൂടെ വിളിച്ചേ. സൂപ്പർ.
എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. രതിനിർവേദത്തിലെ നായകനല്ലേ? ഞാൻ നിർത്താതെ 16 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 16 പ്രാവശ്യം. അല്ല ഈ എന്താ 16 പ്രാവശ്യത്തെ നിർത്തിയത്? ഇനി തുടർന്ന് കണ്ട ചത്തുവന്ന് ഡോക്ടർ അതുകൊണ്ട് ഞാൻ നിർത്തിയതാ. അല്ല എന്റെ ഈ എനിക്ക് വരുത്തില്ല അവ എന്റെ ഈ കഥ നടക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ഒരു കിണറിന്റെ നാക്ക പിഴിഞ്ഞ കൈകൊണ്ട് തന്നെ ശയിക്കാണ്ട് വേണ്ടില്ലായിരുന്നു. അല്ല നായിക കേറി നിൽക്കേ. നല്ല കിടില, നല്ല കണ്ണ്, നല്ല നീളം മൂക്ക്, ആലില്ല വയറ്, പിന്നെ അടിപൊളി മുഖം. എനിക്കിട്ടല്ലോ ഓരോ പ്രാവശ്യം ഓരോ വാക്കങ്ങോട്ട് വീഴുമ്പോണ്ടല്ലോ എനിക്കൊരു ഭാരം തോന്നുന്നു. അതെ, ഈ കുട്ടിയുടെ അച്ഛനായിട്ട് ഒരു റോളുണ്ട്, കിടിലം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തെരഞ്ഞെടുത്തോ, കുഴപ്പമില്ല. ആ നാട്ടിൽ പലിശക്ക് കൊടുക്കുന്ന ഒരു കള്ള മൈക്കിൾ എന്നാ പറഞ്ഞേ. മൈക്കിൾ ഈ അച്ഛന്റെ പേര് പറഞ്ഞതാ. കുഴപ്പമില്ല പറഞ്ഞോ മൈക്കിൾ. ആ കുട്ടി അതെന്നെ പണിയാ കൊച്ചു കാണിച്ചു. നിങ്ങള് ആരെങ്കിലും കണ്ടായിരുന്നു? ആ കുട്ടി പോയപ്പോ ഞാൻ കണ്ടു. ആ കുട്ടിയുടെ കൂടാരും പോയില്ല. അത് ഇത് നമ്മള് തിയേറ്റർ ഇപ്പൊ ഇല്ലല്ലോ. അപ്പൊ നമ്മള് ഞാൻ ഒരു ടീയെ പറഞ്ഞുള്ളൂ, ബാക്കി വിക്കി വന്നതാ. അതിലാണ് ഇത് കൊടുക്കുന്നത്. അതെ. അല്ല അതെ, ഇതാരാ പ്രൊഡ്യൂസ് ചെയ്യാൻ? അതൊരു ആലപ്പുഴക്കാരൻ പൂത്തവണക്കാരൻ. OTT ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ സംശയം എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും സംശയം കാണും. ഇപ്പൊ എനിക്ക് OTT ആയിട്ട് എന്താ ചോദിക്കും. എനിക്ക് സംശയമുണ്ട്. ഉണ്ടെങ്കിൽ നമ്പർ ഇത് എഴുതിയെടുത്തു. അല്ല ഞാൻ എന്റെ ഫോണുണ്ട്, ഞാൻ ഫോണിൽ ഫീഡ് ചെയ്തു. പറഞ്ഞുതരാം. നിങ്ങൾ സംശയം വിളിച്ചു വരും. ഫാൻസി നമ്പർ ആണല്ലോ. അതല്ല, നയൻ ഒറ്റ നയനേ ഉള്ളൂ. ഒരു സെക്കൻഡ് വരച്ചോട്ടെ, മാച്ചോട്ടെ. 9 എത്ര 6 ആട്ടാ? 6. ചേട്ടാ ഇത് 12 6 ആയല്ലോ. അല്ല പിന്നെ വിളിക്കണ്ട, ചെന്ന് കണ്ടാ മതി. ഞാൻ പറഞ്ഞാ മതി, അവര് ഓക്കെ ആക്കിക്കോളും. ഇതിപ്പോ ഞങ്ങളോട് കഥ പറയാൻ വന്നിട്ട് ഇവിടുന്ന് നായകനെയും നായികയും ഞങ്ങള് ഒരുപാട് പ്രതീക്ഷയിൽ വന്നിരുന്നിട്ടൊന്നും. അല്ല ഈ നിർമ്മൽ നിങ്ങൾ രണ്ടുപേരും പോരല്ലോ ഒരു പടത്തിൽ. ഈ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളോട് വേണം. അപ്പം ഇപ്പൊ ഞാനുമായിട്ട് ഒരു പരിചയമൊക്കെ ഹായ്. ഞാൻ പറഞ്ഞ ബാക്കി നിങ്ങൾ പറയാറായി. ചേട്ടൻ എന്തിനാ ഇങ്ങനെ വിൽക്കുന്നത്? എനിക്ക് നല്ല കച്ചവടമുള്ള വിൽക്കുന്നത്. ഞാൻ ചിലപ്പോ വിൽക്കും, ചിലപ്പോ പണയം വെക്കും. നിനക്കെന്നാ ചൊറിയണം അല്ലേ? കൊറേ നേരമായി അതിനകത്ത് ഒരു ചോദ്യം ചോദിച്ചോണ്ട് വരുന്നു. അതെ ചേട്ടാ, ഒരുപാട് നന്ദി വിളിച്ചതിന്. ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നോളാം. നീ അവന്റെ കടയിൽ ചായ കുടിക്കാൻ പപ്പ കണ്ടോളാം. അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അപ്പൊ എപ്പോ ഷൂട്ട് തുടങ്ങും ഞങ്ങളോടാ പറയേണ്ടത്. ആര് എഴുതി തീരും? പേപ്പർ കിട്ടിയ അപ്പൊ എഴുതി തീരും. 3 പേപ്പർ തീർത്തു വെച്ചിരിക്കുക. പിന്നെ ബാക്കി ഞാൻ എന്റെ നാട്ടിൽ വന്നിട്ടില്ലേ? എന്റെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ. പിന്നെ ആലപ്പുഴ അല്ലല്ലേ? ആലപ്പുഴ അല്ല. പിന്നെ അവിടെ ഒരു പുന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ.
എന്തായാലും ഇത്രയൊക്കെ കഥ കേട്ട സ്ഥിതിക്ക് ഇനി നമുക്കൊന്ന് കഥ ചുരുക്കണ്ടേ? അപ്പൊ അതിന് വേണ്ടിട്ട് രണ്ടുപേരും കൂടെ വാ. അപ്പോ നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തള്ളൊക്കെ തള്ളിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അവിടെ നിന്നും. നമുക്ക് രസം അറിയോ, ഈ 4 സൈഡിൽ നിന്നുള്ള തള്ളലും ആ തള്ളലിന്റെ നടുക്കൊരു സ്റ്റേജും. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ തള്ളുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവര് തള്ളുന്നു, ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുന്നു. ഈ തള്ളലെല്ലാം നമ്മൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നു. നമ്മൾ തീരെ തള്ളുന്നുമില്ല. ആ വിനയം. ശരി, എന്താണ് ഏറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്? നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് ആണ് എല്ലാവരോടും. കാര്യം എല്ലാവരും കൂടെ കാണാൻ പറ്റി, കുറെ നേരം അങ്ങനെ ഇരിക്കാൻ പറ്റി, അതന്നെ ഏറ്റവും വലിയൊരു സന്തോഷം. കാര്യം അത് കൊതിച്ചു പോകുന്ന നിമിഷമാണ്. ഇപ്പം അത്രയും പ്രോഗ്രാം ചെയ്യുന്നില്ല, ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കാണുന്നില്ല, ഇപ്പോഴെങ്കിലും ആരെങ്കിലും വിളിക്കാനല്ലേ പറ്റുന്നു. അപ്പൊ എല്ലാവരും വീണ്ടും എല്ലാവരും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റി, അതിന്റെ ഒരു സന്തോഷമില്ല. നമുക്കൊരു ഡാൻസ് കളിച്ച് പിരിഞ്ഞാലോ? യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂലോക മടിയനായിട്ടുള്ള ഈ പുള്ളിയുടെ കൂടെ ഞാൻ പാട്ട് വരട്ടെ.